ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശരത്താണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ലക്ഷ്മി വരുന്നുണ്ട്. എന്താ മോനെ, മതി പഠിച്ചത്, ഒരുപാട് നേരമായി, ഇനി പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറയുമ്പോൾ ശരത്ത് പറയും, ഒരുപാട് പഠിക്കാനുണ്ടമ്മേ, പരീക്ഷയല്ലേ, മുമ്പ് ഞാൻ പഠിക്കാഞ്ഞിട്ടായിരുന്നു, ഇപ്പോൾ പഠിക്കുന്നതായോ കുറ്റം എന്ന് പറയുമ്പോൾ പക്ഷെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാൻ കേട്ടോ ലക്ഷ്മി. അങ്ങനെ ശരത്തിനോട് ഉറങ്ങാൻ പറയുമ്പോൾ ശരത്ത് ബുക്കൊക്കെ അവിടെ വെച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ദേവുവിൻ്റെ റൂമിലാണെങ്കിൽ മൊബൈലിലൂടെ ചാറ്റിംഗ് പരിപാടിയാണ് കേട്ടോ. അത് കാണുമ്പോൾ ശരത്ത് ചോദിക്കും, എന്താ ഉറങ്ങാനായില്ലേന്ന്, എന്താ നീ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഉറങ്ങിയ ഇവിടെ നിൽക്കോ, ഞാനോ അമ്മയോ ഉറങ്ങിയെന്ന് വെച്ചിട്ടാണോ ഇങ്ങനെ കലാപരിപാടി നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ, കലാപരിപാടിയോ എന്ന് ചോദിക്കാട്ടോ ദേവു. അതെ, ചാറ്റിങ്ങും ഒരു കലാപരിപാടി തന്നെയാ. ഈ സമയത്ത് ആരോടാ ചേച്ചി ചാറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെന്താ ഈ സമയത്ത് ചാറ്റ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കാട്ടോ. അതത്ര നല്ലതല്ല, ആരോടാ ഇത്ര ചാറ്റ് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ, അതെൻ്റെ ഒരു ഫ്രണ്ടാ, ഗുജറാത്തിലുള്ള വീണ എന്ന് പറയട്ടെ ദേവു. അപ്പോൾ ശരത്ത് അടുത്തേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാന്നേ, ഒരുപാട് ചാറ്റ് ചെയ്യാനൊക്കെ കാണും, സമയം പോയത് അറിഞ്ഞില്ല, നീ ഒന്ന് പോയേ, എനിക്ക് ഉറങ്ങണം എന്ന് പറയാൻ കേട്ടോ നമ്മുടെ ദേവു. എന്നിട്ട് ദേവു മൂടി പൊതച്ച് ഉറങ്ങാണ്. അപ്പോൾ തന്നെ നമ്മുടെ ശരത്തിന് ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ, എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ശരത്ത് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ബാഗും പെട്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ രവി പറയും ചന്ദ്രയോട് വാതിലോർക്കാൻ വേണ്ടിയിട്ട്. ചന്ദ്ര വാതിലോർക്കുമ്പോൾ തന്നെ കണ്ടത് ഇവരെ. നിങ്ങളെന്താ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ രവിയുടെ അടുത്തേക്ക് പോവാൻ കേട്ടോ സച്ചിയും രേവതിയും. നിങ്ങളെന്താ പെട്ടെന്ന് പോന്നേ, 4-5 ദിവസത്തെ യാത്ര എന്ന് പറഞ്ഞിട്ട് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അവിടെ അത്രയ്ക്കൊന്നും കാണാനില്ല അച്ഛാ എന്ന് പറയാം കേട്ടോ സച്ചി. എങ്കിൽ പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോകാമായിരുന്നില്ലേ എന്ന് രവി ചോദിക്കുമ്പോൾ, അതിനിടയ്ക്ക് എനിക്ക് വലിയൊരു ഓർഡർ കിട്ടിയ അച്ഛാ എന്ന് പറയട്ടോ നമ്മുടെ രേവതി. ഞങ്ങൾ വന്നപ്പോൾ അച്ഛൻ്റെ മുഖത്തുള്ള ആ ഒരു തെളിച്ച് നോക്കിയ രേവതി എന്ന് പറയുമ്പോൾ രവി പറയും, നിങ്ങൾ യാത്രാക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയിക്കോ എന്ന്. അപ്പോഴേക്കും ചന്ദ്ര പോയിട്ട് രവിയോട് പറയുന്നുണ്ട് കേട്ടോ, ഇത് ഞാൻ പറഞ്ഞില്ലേ, സന്തോഷത്തോടു കൂടിയിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോയി സങ്കടത്തോടു കൂടി തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ, അതിന് മാത്രം അവർക്കിപ്പോൾ എന്താ പ്രശ്നം ചോദിക്കുന്നു രവി. നിങ്ങൾ രേവതിയുടെ മുഖം കണ്ടില്ലേ, അവളുടെ മുഖത്തെ സങ്കട എന്ന് പറഞ്ഞു കൊടുക്കാട്ടോ. ഇത് കേൾക്കുന്ന ശ്രുതിയും കൂടെ വന്നിട്ട് രവിയോട് പറയട്ടോ, അങ്കിളെ ആൻറ്റി പറഞ്ഞത് ശരിയാ, എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ടെന്ന്. അപ്പൊ തന്നെ ചന്ദ്ര പറയും, അവനെ കുടിച്ച് പ്രശ്നം ഉണ്ടാക്കി കാണും, അവളും വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ലല്ലോ, അതായിരിക്കും പ്രശ്നം എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവി നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോഴേക്കും രേവതി ഓടിച്ചാടി പോകുന്നുണ്ട്. അച്ഛ, ഒരു മിനിറ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പിറകെ നമ്മുടെ സച്ചിൻ പോകുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അച്ഛൻ ഇപ്പോൾ എങ്ങോട്ടാ രാവിലെ തന്നെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നടക്കാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയില്ലേ, തിരിച്ചു വന്നപ്പോൾ അതൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി പറയും, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന്. അതിനു മുൻപേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്, അച്ഛൻ അവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നേ, അതിലേക്ക് ഒരുത്തൻ വീണുപോയി, എന്നിട്ട് കുഴപ്പമൊന്നുമില്ല, അവൻ്റെ ഫ്രണ്ട്സ് അവനെ സാഹസികമായിട്ട് എടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ രവി പറയും, ഇത് ഏതോ ഒരു സിനിമയിലുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ രേവതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, രേവതി മോൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് തന്നെ അവൾക്ക് പറയാനുള്ളതെന്ന് പറയട്ടോ സച്ചി. അപ്പോഴേക്ക് സച്ചി പറയും, രേവതി, അച്ഛൻ നടന്നു വരുമ്പോഴേക്കും നീ ചായ ഇട്ട് കൊടുക്കാറില്ലേ, നീ പോയി ചായ ഇട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് തള്ളി ഓടിക്കാണ് കേട്ടോ. അന്നേരം നമ്മുടെ രവി പറയും, എടാ സച്ചി, ആ ഗുഹയിൽ വീണ പയ്യന് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ, അത് ആ സിനിമയിൽ കാണുന്ന പോലെ തന്നെ എന്ന് പറയുമ്പോൾ, സിനിമയിൽ കാണുന്ന പോലെയാന്ന് ചോദിക്കണേ, സുഖമായിരുന്നു എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി. കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണെങ്കിൽ റൂമിൽ പോയിരിക്കും. അന്നേരം രേവതി അങ്ങോട്ടേക്ക് ചെല്ലും കേട്ടോ. ഞാനത് അച്ഛനോട് പറയുമെന്ന് വിചാരിച്ചു അല്ലേ സച്ചിയേട്ടാ എന്ന് പറയുമ്പോൾ, ഇതൊക്കെ എന്ത് എന്ന് പറയട്ടോ സച്ചിയേട്ടാ, ആ ഭയം എന്നെ വിട്ട് പോയിട്ടില്ല, അതെന്നും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഞാനൊരു സാധാരണ പെണ്ണല്ലേ സച്ചിയേട്ടാ, എൻ്റെ മുന്നിൽ നടന്നതൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റത്തില്ല. അത് പിന്നെ രേവതി, നിന്നെ അവർ മോശമായി കരുതുമ്പോൾ ഒരു വാശിക്ക് നിന്നെ തന്നെ ഞാൻ മറന്നുപോയി എന്ന് പറയാൻ കേട്ടോ സച്ചി. ഞാനൊരു പക്ഷേ തനിച്ചായിരുന്നെങ്കിൽ പോട്ടെ പുല്ല് എന്ന് വെക്കും, പക്ഷെ നീ എന്ന് പറയട്ടോ നമ്മുടെ സച്ചി, അതങ്ങ് മറന്നേക്ക് സച്ചിയേട്ടാ, ഞാൻ വിളിക്കുന്ന ദൈവം നമ്മളെ കൈവിട്ടില്ലല്ലോ എന്ന് പറയട്ടോ രേവതി. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം രേവതി, നീ കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മ ഞാൻ എപ്പോഴും കരുതിക്കോളാന്ന് പറയാണ് കേട്ടോ.